വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്ഥിരം ശൈലി മാറ്റി വളരെ സീരിയസ് ആയിട്ട് ഈ കാര്യം പറയുന്നത്. ഞാൻ മറ്റൊരു വീഡിയോയിലും പറയാത്തൊരു കാര്യം കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. കാരണം ഇനി ഇലക്ഷന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ഓരോ മനുഷ്യരും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ കൺമുന്നിൽ ഈ വീഡിയോ എത്തിയിരിക്കണം. BJPയുടെ കാൻഡിഡേറ്റായ അഖിൽ മാരാർ ഒരു ഇന്റർവ്യൂവിൽ കൊടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. 3 വർഷം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഓൾ ഇന്ത്യയിൽ 2029 അധികാരത്തിൽ എത്തത്തക്ക ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് BJP മാറുന്നതിന്റെ ഒരു തുടക്കമായിരിക്കും 2026 എന്ന് പറയുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. അത്ഭുതപൂർവമായ വളർച്ച ഉണ്ടാവും. അതിപ്പോൾ ഞാൻ പറയണം, നമുക്ക് 72 സീറ്റ് മതി, അല്ലെ 71 സീറ്റ് മതി ജയിക്കാൻ. 69 സീറ്റ് തോൽക്കാം. 69 സീറ്റ് തോൽക്കാൻ തീരുമാനിച്ച് 71 സീറ്റിൽ BJP ജയിക്കാൻ തീരുമാനിച്ചാൽ മതപരമായിട്ടുള്ള, അല്ലെങ്കിൽ BJP ഞാൻ പറഞ്ഞ മുസ്ലിം സമൂഹമാണല്ലോ BJP എല്ലാ കാലത്തും, അങ്ങനെ മതപരമായിട്ടുള്ള ഘടനകളൊക്കെ പരിശോധിച്ചാലും ഈ പറയുന്ന മണ്ഡലങ്ങളൊക്കെ തന്നെ മതപരമായ BJPക്ക് അനുകൂലമാണ്. ഇത്രയും മണ്ഡലങ്ങൾ കേരളത്തിലെ 30% ഇസ്ലാം മത സമൂഹം ക്രോഡീകരിക്കപ്പെട്ട് കിടക്കുന്നത് മലബാർ മേഖലയിലാണ്. അതെന്തായാലും ലീഗ് മറ്റോടുള്ളിടത്തോളം കാലം കിട്ടില്ല. പിന്നെ BJPക്ക് ഏറ്റവും കൂടുതൽ വളരാൻ നല്ലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാവുന്നതാണ്. കാര്യം കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. തീർച്ചയായും. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് BJP മാറും. അപ്പോഴത്തെ സ്വാഭാവികമായിട്ടും മുസ്ലിം സമൂഹത്തിന്റെ പിന്തുണയിലും വളരെ കുറച്ച് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പിന്തുണയിലും മാത്രം ഒതുങ്ങി പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കോൺഗ്രസ് ചുരുക്കും. കേട്ടല്ലോ, ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ അന്ന് കൃത്യമായി പറഞ്ഞിരുന്നു BJP ഫ്യൂച്ചറിലേക്ക് വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നതെന്ന്. അപ്പൊ ഇവർക്ക് ഇവിടെ ഭരിക്കുകയും വേണം. അപ്പൊ ഇവർ എന്തൊരു പരിപാടി ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയാവോ? നമ്മളെ ഇവര് സെപ്പറേറ്റ് ആക്കാൻ നോക്കും. ഏത്? അതായത് ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ഇങ്ങനെ വളരെ ഐക്യത്തോട് കഴിയുന്ന നമ്മുടെ കേരളത്തിലെ മനുഷ്യരെ സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ ഈ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ഹിന്ദുക്കൾക്കെതിരാണെന്ന് വരുത്തി തീർക്കും. അതായത് ഇപ്പോ അഖിൽ മാരാർ പറഞ്ഞ ഈ വിഷയം ഇവിടുത്തെ മതപരമായിട്ടുള്ള വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നു. അതെങ്ങനെയാണ് ഭിന്നിപ്പിക്കാൻ കഴിയുക? ഇവിടെ മതസ്പർദ്ധ വളർത്തണം. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഓരോ വർഗീയ പരാമർശങ്ങളും ആ പ്ലാനിനകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കൾക്കിടയിലേക്ക് വർഗീയ പരാമർശങ്ങൾ കൊണ്ടുവന്ന് അവരെ ഒരു മതവാദി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ കുറെ അധികം CPM അനുഭാവ കുടുംബങ്ങൾ പാർട്ടി മാറി BJPയിലേക്ക് പോയി. യഥാർത്ഥത്തിൽ CPMന് ശബരിമല സ്ത്രീ പ്രവേശനവുമായി യാതൊരു ബന്ധവുമില്ല. എന്നിട്ടും പലരും ആ പ്രസ്ഥാനത്തെ ഉപേക്ഷിച്ചു പോയി. അതെങ്ങനെയാണ്? അത് BJPയുടെ വളരെ കൃത്യമായ ഒരു പ്ലാനിംഗ് ആയിരുന്നു. പിന്നീട് പല പരാമർശങ്ങളും പല പ്രശ്നങ്ങളും അവരുന്നയിച്ചു. ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോഴും പലരും CPMും കോൺഗ്രസും ഒക്കെ വിട്ട് BJPയിലേക്ക് പോകുന്നുണ്ട്. അതായത് ഹിന്ദുക്കളെ മതത്തിന് അടിമകളാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ മതത്തിന് അടിമകളായി കഴിയുമ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും നമ്മുടെ മതത്തിനെതിരാണെന്നും അവരെ ഇല്ലായ്മ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും ഇവർ പറഞ്ഞു പഠിപ്പിക്കുന്നു. ഓരോ ഇലക്ഷൻ വരുമ്പോഴും അവർ നമ്മളോട് പറയും, ഹിന്ദുക്കളെ രക്ഷിക്കണമെങ്കിൽ BJP ഉണ്ടാവണം. അങ്ങനെ പല വർഷങ്ങൾ കഴിയുമ്പോൾ ഹിന്ദു സമൂഹത്തിൽ ഭൂരിപക്ഷവും BJP അനുഭാവികളായി മാറും. അങ്ങനെ ഇവിടെ BJP ഭരണം വരും. കമ്മ്യൂണിസ്റ്റ് എന്ന പാർട്ടി ഇവിടെ ഇല്ലാതെ ആവുകയും ചെയ്യും. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഇല്ലാതായാൽ പിന്നെ BJPക്ക് കോൺഗ്രസ് ഒരു എതിരാളിയേ അല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കേണ്ട. ഒരു BJP കാൻഡിഡേറ്റായ അഖിൽ മാരാർ തന്നെയാണ് നിങ്ങളോട് ഇത് പറഞ്ഞിരിക്കുന്നത്. ഞാനതിനെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞുവെന്ന് മാത്രം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇനി എത്ര ദിവസമുണ്ട് ഇലക്ഷൻ എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ആ വിലയേറിയ സമ്മതിദാന അവകാശം നമ്മുടെ നാടിന്റെ സമത്വവും ഐക്യവും ഒത്തൊരുമയും ഇല്ലാതെയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇവന്മാർക്ക് കൊടുക്കണോ വേണ്ടയോ എന്ന് ഒന്നുകൂടി ആലോചിക്കുക. നിങ്ങളിപ്പോൾ ഒരു തെറ്റായ തീരുമാനമെടുത്താൽ നിങ്ങൾ മാത്രമല്ല, നിങ്ങളും ഞാനും അടങ്ങുന്ന നമ്മുടെ നാടാണ് നശിക്കാൻ പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഒക്കെ ഇവിടെ വേണ്ടത് തന്നെയാണ്. ഇവിടെ വേണ്ടാത്തത് ഒരേ ഒരു പാർട്ടിയാണ്. നാടിനെ വർഗീയ ധ്രുവീകരണം നടത്തി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന BJP എന്ന പാർട്ടി. നമ്മുടെ നാടിന് അത്തരത്തിലൊരു പാർട്ടി ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ആലോചിക്കുക. സമയം വളരെ കുറവാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന സുഖവും സന്തോഷവും ഇല്ലാതെയായി ഈ നാട് കലാപങ്ങൾ കൊണ്ട് കുരുതിക്കളമായി മാറുന്നത് കാണാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്തോളൂ. മറ്റൊന്നും എനിക്ക് പറയാനില്ല.